വാണവില്ലിൻ തമ്പുരുമീട്ടും മോളാണീ മോള്. നമ്മുടെ ഫസ്റ്റിന്റെ മോള് മനസ്സിലായോ? പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപരാധങ്ങളില് തോപ്പാണിവള്, അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് മൊത്തത്തിൽ വാണം. വാണവില്ലിൻ തമ്പുരുമീട്ടും മോളാണീ മോള്. സോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഗൈസ്. ഒരു കാര്യമില്ലാത്തൊരു വീഡിയോ. ഫസ്മിനോട് ഇന്നത്തെ വീഡിയോയിൽ ഒരു നന്ദിയുണ്ട്. 1 മണിക്കൂർ അപരാധം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അരമണിക്കൂർ ഉണ്ടായത് പെട്ടെന്ന് തീർന്നു. അയ്യോ, 1 മണിക്കൂറൊക്കെ എന്ന് പറഞ്ഞാൽ ദ്രോഹവാ നമ്മളോട് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഒരു തവണ കാണത്തുള്ളൂ, ഞാൻ 2 തവണ ഇത് കാണേണ്ടി വരും. ഒന്നല്ലാതെ കാണും, പിന്നെ അതിന്റെ മുമ്പിൽ ഒരു പ്രീ എഡിറ്റിംഗ് ഉണ്ട്, ആ സമയത്തിരുന്ന് കാണും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് എഡിറ്റിംഗ് ഉണ്ട്, ആ സമയത്തിരുന്ന് കാണും. അങ്ങനെ മൊത്തത്തിൽ ഒരു 3 തവണ മിനിമം ഞാനിത് കാണേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആൻഡ് ഫസ്റ്റിന് അവിടെ കുൽസിത ചാറ്റിനെ പറ്റി ഒരു വീഡിയോ ആയിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. എവിടെ ഒരു ചാറ്റ് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അതൊരു ഫേക്ക് ചാറ്റ്, അത് കാണുമ്പോഴേ മനസ്സിലാകുമെന്ന്. ആൻഡ് അഗെയിൻ അത് അവിടെ നല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഫസ്റ്റിനെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരു ഫേക്ക് ചാറ്റൊക്കെ ഇത്രയും തെളിയിക്കാൻ കഷ്ടപ്പെടുകയാണ്, പക്ഷെ ഒരു ഒറിജിനൽ ഡയറി ഇറങ്ങിയിട്ട് തെളിയിക്കാൻ ഒരു താല്പര്യം പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. മാസം 1 അപ്പം ഫസ്മിനയുടെ ഡയറിയിലോട്ട് പോകാം ഗൈസ്. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും എൻ്റെ കയ്യിൽ മൈക്ക് സംഭവങ്ങളില്ല, അപ്പോൾ ഞാൻ കുറച്ച് ഒച്ച കൂടിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല, അതുകൊണ്ടാണ് മൈക്ക് ഇല്ലാത്തത്. നീ കുറെ നാളെ ട്രിപ്പിലാണല്ലോ, സത്യം പറഞ്ഞ വീട്ടിൻ്റെ അടിച്ച് പുറത്താക്കിയില്ലേ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട്? കുറെ നാളായിട്ട് ട്രിപ്പ് എന്ന് പറയുന്നല്ലാതെ ആ ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ ഇവിടെ ട്രിപ്പ് മൊത്തം. എപ്പോഴും ഈ റൂം തന്നെയാണെന്ന് തോന്നുന്നു. ഇതെന്തൊരു ട്രിപ്പ്, എന്തരാണെങ്കിലും പണ ഇന്നത്തെ കോണ. ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ട്രിപ്പിന്റെ ഇടയിലും ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം April 27. അപ്പോൾ അതിന് മുന്നേ എനിക്ക് സംഭവം തീർക്കണം എന്നുണ്ട്. സമാപ്തിയായിട്ട് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എനിക്ക് ശാന്തിയിലോട്ട് പോകണം, ശാന്തിയുടെ പാതയിലോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്നും നാളെ ഒന്നും തീരാൻ പോകുന്നില്ല മോളെ. കാര്യം ലല്ലുവിന്റെ അതിനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം അങ്ങനെ തെറ്റാറില്ല. അപ്പൊ എന്താണെങ്കിലും 27-ാം തീയതിക്ക് മുമ്പ് ശ്രമിക്കാം. നീ ഒന്ന് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാം. അപ്പൊ വെരി റീസെന്റ് ആയിട്ട് എന്നെ പറ്റി ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് ഷിബിലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുൻ രംഗത്തോട്ട്. ഫസ്മിനെ വെരി റീസെന്റാ നിന്നോട്ടുള്ള ചാറ്റ്? അശ്ലീല ചാറ്റ്, ഫസ്മിനയുടെ അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ക്രിയേറ്റഡ് ചാറ്റാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തെളിയിക്കാൻ പോണ്. അപ്പൊ ഈ ഒരു ചാറ്റ് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഫസ്മിനെ ഈ വീഡിയോയുടെ സമയത്ത് ഒരാഴ്ച ആയിട്ടുണ്ട്. April 1-ാം തീയതിയാണ് ഈ ഒരു ചാറ്റ് ലല്ലു ശാരികയുടെ ഇന്റർവ്യൂവിൽ കൂടെ ഇത് പുറത്തുവിടുന്നത്. അവർക്ക് അപ്പോഴൊന്നും ഇതിനെപ്പറ്റി ഒരു ഡയലോഗും പറയണ്ടായിരുന്നു, ഒന്നും പണയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതൊരു ഫേക്ക് ചാറ്റാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ അവർക്ക് പൊട്ടി. അന്നേരം അത് ഓടിത്തള്ളി വന്നേക്കും. ഇത്ര അർജന്റായിട്ട് അതിന്റെ ക്രെഡിബിലിറ്റി, അത് തെറ്റാണ്, എന്റേതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന കഷ്ടപ്പാട് നോക്കണേ. ഇത്രയും നാള് മ്യൂട്ടായിരുന്നു, അതൊന്നും പണയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, എന്തുകൊണ്ട് ഇവള് ഡയറിയുടെ വീഡിയോ ഇടാൻ ഇത്രയും താമസിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരുമായിരിക്കും. സോ ഡയറിയുടെ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ഡിലേ ആയതെന്നും, അത് മാത്രമല്ല ഡയറിയുടെ വീഡിയോ ഇടാൻ ഞാൻ വെയിറ്റ് ചെയ്ത് എന്തിനാണെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലാരിഫൈ ആയിരുന്നായിരിക്കും. ടു ബി ഓണസ്റ്റ്, ഞാൻ ഡയറിയുടെ വീഡിയോ ലാസ്റ്റ് ഇടാൻ വെച്ചിരുന്നതാണ്. ലൈക്ക് ഇന്റർവ്യൂ റിയാക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തോട്ട് മാറ്റി വെച്ച സംഭവമാണ്. പക്ഷെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായ? ഇവള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു തരത്തിലുള്ള വീഡിയോ ഇത് എൻ്റെ ഭാഗത്ത് പിന്നെ വരുത്തില്ലെന്ന്. ഇവള് ഏറ്റവും അവസാനം, ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ സാധനം തന്നെ, മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. ഇവള് ഏറ്റവും അവസാനത്തേക്കാണ് ഈ ഡയറിയുടെ എക്സ്പ്ലനേഷൻ വെച്ചേക്കുന്നത്. ഈ ഡയറിയുടെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവള് വരും, എന്നിട്ട് ആ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിയാക്ഷൻ വീഡിയോസിനോ അല്ലെങ്കിൽ ആരുടെയും ചോദ്യത്തിനോ ഞാൻ ഉത്തരം പറയാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്നത്. ഇവളൊരു എക്സ്പ്ലനേഷൻ തന്നിട്ട് ഇവളങ്ങ് മുങ്ങും. ഇവള് പിന്നെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. ഇതാണ് നടക്കാൻ പോകുന്ന കാര്യം. അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തേക്ക് ആ ഡയറി മാറ്റി വെക്കുന്നത്. മനസ്സിലായോ? ആ ഡയറിയിൽ പറഞ്ഞേക്കുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. ഇവളെ ജോയിന്റ് അടിച്ച കാര്യവും മറ്റേ ജയ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് പരിപാടി നടത്തിയ കാര്യവും ഇവൾ IPL കളിച്ച കാര്യവും IPL കഴിച്ച കാര്യവും എല്ലാം ശരിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചവിട്ടി പിടിച്ച് ഏറ്റവും അവസാനത്തേക്ക് വെച്ചിരിക്കുന്നത്. ഒരു 4 ചാറ്റ് അത് പുറത്തുവിട്ട സമയത്ത് അത്രയും അർജന്റായിട്ട് വന്നിട്ട് ഇതെന്റേതല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണിത്. ആലോചിച്ച് നോക്കണം. അന്ന് ഞാൻ എൻ്റെ വീഡിയോ ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ അവള് ഉറഞ്ഞു തുള്ളുമായിരുന്നു. 3 സ്റ്റോറി, 1 റീല്, 1 ലൈവ് എന്നിടുമായിരുന്നു. അതും കഴിഞ്ഞ് യൂട്യൂബിലും ഈ സാധനം എടുത്തിട്ട് ഒരു സാധനം വന്നപ്പോഴത്തേക്ക് ഇത് എന്റേതല്ലെന്നും പറഞ്ഞിട്ട്. എവിടെ ഡയറിയുടെ ഇത് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 23 days ആയി ഇന്നത്തെ ദിവസത്തോടെ കൂട്ടിയിട്ട്. ലല്ലു March 16-ാം തീയതി കൊടുത്ത
ഇന്റർവ്യൂവിനകത്താണ് ഈ ഒരു കാര്യം പറഞ്ഞത്. 23 ദിവസമായിട്ട് യവക്ക് അതിനെപ്പറ്റി ഒന്നും മിണ്ടണ്ട. പക്ഷെ മറ്റേത് ഭയങ്കര അർജന്റായിട്ട് ഫേക്ക് ചാറ്റ് ഇവിടെ നല്ലെന്ന്. എടാ, ഈ ഫേക്ക് ചാറ്റിനകത്ത് പറഞ്ഞതിനേക്കാളും വലിയ അലിഗേഷൻസ് ആണ് ഈ ഡയറിക്കകത്ത് പറഞ്ഞേക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും മിണ്ടണ്ട ഗൈസ്, ഒന്നും മിണ്ടണ്ട. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ? എവള് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ട് ഒറ്റ മുങ്ങലങ്ങ് മുങ്ങും. നടക്കാൻ പോകുന്നതാ. അതിനകത്ത് ഒരു തെളിവ്, ഒരു മണ്ണാങ്കട്ടയും കാണത്തില്ല. അല്ലെങ്കിൽ അവൾ സത്യം പറയണം, ഞാനിത് ചെയ്തിട്ടുണ്ട്, ഞാൻ 11 പരിപാടി നടത്തിയിട്ടുണ്ട്, ഞാൻ IPL കളിച്ചിട്ടുണ്ട്, ഇത് നീ വന്ന് പണയണം. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഓക്കെ, അവള് സത്യം പറഞ്ഞു ഇതായിരിക്കും. അല്ലാതെ നീ കടന്ന് മെഴുകാൻ ശ്രമിക്കുവാണെങ്കിൽ ഇത് ഏപ്രിൽ 27 തീരുമെന്ന് നമുക്ക് തോന്നുന്നില്ല മോളെ. ഉള്ള കാര്യം പറയാം, എവള് ലോകോത്തര ഒന്നാന്തര ഉടായിപ്പടേ. സ്റ്റിൽ എന്താണ് ഇവളൊരു കഴിഞ്ഞ ഒരു 19-60 വീഡിയോ ആയിട്ട് ലവന്റെ കുൽസിതം പുറത്തുവിടുകയാണ്. അവൻ മോശക്കാരനാണെന്ന് തെളിയിക്കുകയാണ്. അത് ഓൾറെഡി തെളിയിച്ചു. അവന്റെ കുൽസിതം, അവന്റെ കുൽസിതം ട്രാൻസ്ജെൻഡറുമായിട്ടും മറ്റേ ജെൻഡറുമായിട്ടും ഉള്ള എല്ലാ കുൽസിതവും പുറത്തു വിട്ട് സ്റ്റിൽ ഇവള് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ കുൽസിതമാണ്. അവൻ ഇന്ന ആൾക്കാരുമായിട്ട് പരിപാടി നടത്തി, ഇവരുമായിട്ട് ശശി ചാറ്റ് ചെയ്തു, ആന്റിമാരുടെ കൂടെ പോയി കിടന്ന്, പെങ്ങന്മാരുടെ കൂടെ പോയി കിടന്ന്. ഇതാണ് അവൾ അന്നും തെളിയിക്കാൻ നോക്കുന്നത്, ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഫഷ്മിന്റെ മോളെ, അവൻ ഉടായ്പാണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി. അവന്റെ ഉടായ്പത്തരം നീ തെളിയിക്കേണ്ട ഇനി ആവശ്യകതയില്ല. ആദ്യം നീ ഉടായ്പല്ല നീ തെളിയിക്കും, എന്നിട്ട് വന്ന് കൊണയടിക്കും. അതിനൊരു അന്തസ്സുണ്ടെന്ന് പറയാം. ഇത് വെറും നാണവും മാനവും ഇല്ലാത്ത ഉളുപ്പില്ലാത്ത പരിപാടി. ഈ വീഡിയോക്കകത്ത് എന്ത് മാങ്ങാത്തൊലിയാ, ഒരു കിണയും ഇല്ല. ഇനി അതിന് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ക്രെഡിബിലിറ്റി ഇല്ല. സോ ഞാൻ എന്റെ സൈഡ് ക്ലിയർ ചെയ്യാൻ പോവാണ്. അപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കണ്ടാൽ മതി. എന്റെ എന്തോ പറഞ്ഞ യവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ആരാണ് അവനെ സപ്പോർട്ട് ചെയ്തത്? ആരാണ് അവനെ സപ്പോർട്ട് ചെയ്തത്? നിനക്കെതിരെ ഇത്രയും നാള് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അങ്ങോട്ട് കുറെ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് നമ്മളെയൊക്കെ പിടിച്ച് അവന്റെ സപ്പോർട്ടേഴ്സ് ആക്കി. അവൻ നാറിയാണെന്ന് ഞാൻ അന്നും പറയും, ഇന്നും പറയും, നാളെയും പറയും. എന്റെ വീഡിയോയിൽ എവിടെങ്കിലും യവനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ സംസാരിക്കത്തില്ല സപ്പോർട്ട് ചെയ്ത്. എവൾ ഉടായ്പാണെന്ന് വിളിച്ചു പറഞ്ഞപ്പം നമ്മളെ പിടിച്ച് അവന്റെ സപ്പോർട്ടേഴ്സ് ആക്കുക. ഇതിപ്പില്ല മറ്റേ BJP-കാരെ പറ്റി പറയുമ്പോൾ നമ്മളെ പിടിച്ച് കമ്മ്യൂണിസ്റ്റുകാരാക്കും, കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുമ്പോൾ നമ്മളെ പിടിച്ച് UDF ആക്കും. ഈ മാതിരി പരിപാടിയാ. എവളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ സപ്പോർട്ടേഴ്സ് ആക്കി. ഉളുപ്പുണ്ടോ? ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഥ കൊണ്ടുപോകല്ലേ. നീ ആദ്യം നീ നല്ലതാണെന്ന് തെളിയിക്കും. അവള് വന്നിരുന്നിട്ട് പറയുന്നില്ല. പറയുന്നതിന് മുന്നേ വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്തവരോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ സൈഡ് ഞാൻ ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കണ്ടാൽ മതി. ആൻഡ് ഓൾസോ ഐ എം എ വെരി കാം പേഴ്സൺ. ഇപ്പം ഒരു നീ കാമ്, നിന്റെ കാംനെസ് നമ്മൾ കണ്ട്. ഇവിടെ ഇൻബോക്സിൽ ആരെങ്കിലും പോയി എന്തെങ്കിലും ചോദ്യം ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടോ നിങ്ങൾ? പരത്തെറി, പച്ചത്തെറിയാണ് വിളിക്കത്തുള്ളൂ. വാ തുറന്നു കഴിഞ്ഞാൽ പച്ചത്തെറി. എവളെ പോലെ വാ തുറക്കുന്നതിന് തെറി വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നു ഇവളാണെന്ന് തോന്നുന്നു മറ്റേ ഭരണിപ്പാട്ടിന്റെ ലിറിക്സ് എഴുതി കൊടുക്കുന്നത്. അമ്മാതിരി തെറിയാണ് ഇവള് വിളിക്കുന്നത്. എന്നെ തന്നെ വിളിച്ച് നിങ്ങൾ കേട്ടതാണ്. ഇവളെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചിട്ടുണ്ടോ? തെറി വിളിച്ചിട്ടുണ്ടോ? കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു, അതിന് മറുപടിയില്ല. അണ്ണാക്കിൽ പിരിവെട്ടിയപ്പോഴത്തേക്ക് അവൾക്ക് തെറിയാണ് അവിടെ ആ കൂടെയുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസം. തെറി വിളിച്ച് നമ്മളെ അങ്ങ് അടക്കാന്ന് വിചാരിച്ചു. അടക്കത്തില്ല മോളെ. ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് സ്വന്തം കൊച്ചിന്റെ തന്ത അവനല്ലാന്ന് പറഞ്ഞിട്ട് പോലെ ഞാൻ അപ്പൊ പ്രതികരിക്കാത്ത ആളാണ്. എന്നോട് എല്ലാവരും ചോദിക്കും, ഇത്രയും നിന്നെ പറ്റി വേണ്ടത് എന്തുകൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നില്ല. നാണവും മാനം ഉള്ളവര് പ്രതികരിക്കും. ഹേ, നാണവും മാനം ഇല്ലാത്തവര് പയ്യെ പ്രതികരിക്കത്തുള്ളൂ, നിന്നെ പോലെ. ഐ എം എ വെരി കാം പേഴ്സൺ. ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും എന്റെ സൈഡ് ന്യായം. നീ ഇങ്ങനെ വന്നിരുന്ന് ഞാൻ കാമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കാമാവൂല. നിന്റെ വാ തുറന്ന് ആ ഭരണിപ്പാട്ടൊന്ന് നിർത്ത്. ക്ലിയർ ചെയ്ത് മെല്ലെ ഞാൻ വീഡിയോ ഇട്ട് പോകത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യത്തോടെ റിയാക്ട് ചെയ്യുന്ന ആളല്ല ഞാൻ. നമ്മൾ കുറച്ച് നാളായിട്ട് ഇവിടെ വീഡിയോ കാണുന്നുണ്ട്. നമ്മൾ കാണുമ്പോഴേക്കും ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഇടുന്ന ഫസ്മിനെ തന്നെ നമ്മൾ കണ്ടോണ്ടിരുന്നത്. ഇപ്പോഴാണ് നീ കാമായത്. നീ എന്നോ നീ കാമായത് ലാസ്റ്റ് ഒരു 23 ദിവസമായിട്ട് നീ കാമാണ്. അതിന്റെ കാമിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. നിന്റെ കാമം കൈയോടെ പൊക്കിയപ്പോ അവള് കാമായി. അങ്ങനെയാണെങ്കിൽ ഡയറിനേക്കാളും അരോക്ഷമായ ദേഷ്യം വന്ന കാര്യമാണ് സ്വന്തം കൊച്ചിന്റെ തന്ത അവനല്ലാന്ന് പോയി ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിരുന്ന കാര്യം. അതുപോലെ ഞാൻ ഇത്രയും കാമായിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. സോ എനിക്ക് അതുകൊണ്ട് പ്രശ്നമില്ല. ഡയറിയുടെ കാര്യം ഞാൻ ക്ലിയർ ചെയ്യുമ്പം എന്റെ ഭാഗം 100% ആക്യുറേറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. സോ അതിൽ പെടാൻ പോകുന്ന വേറെ കുറെ ആൾക്കാരായിരിക്കും. ഈ ചിരി അന്നേരം കണ്ടാ മതി, നമുക്കതേ പറയാനുള്ളു. ചിരിച്ചോണ്ടിരിക്കണം. നിന്റെ കഥകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ എത്ര സ്ക്രിപ്റ്റ് മാറ്റി എഴുതിയോ എന്തോ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതാണ് താമസിക്കുന്നത്, മനസ്സിലായ? എന്തൊക്കെ വെളുപ്പിക്കേണ്ടത് ആലോചിച്ച് നോക്കണം. ജവാനാന്റെ ജോയിന്റ് അടിച്ചു വെണ്ടക്കാക്ഷരത്ത് എഴുതി വെച്ചേക്കുന്നത്. അതിർത്തിന്ന് ജവാനെ കൊണ്ടുവരണം. ജവാനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്ലംബർ പണി എടുത്ത് അതിന് ജോയിന്റ് അടിച്ചെന്ന് വരുത്തിക്കണം. ഇവിടെ കഥ ഇങ്ങനെ ആയിരിക്കും. എനിക്കൊരു മാമ ഉണ്ടായിരുന്നു. മാമ ഒരു ജവാനാണ്. മാമ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ പൈപ്പിന്റെ ജോയിന്റ് ഒന്ന് പൊട്ടി. അന്നേരം
മാമ വന്നിട്ട് ഞങ്ങളുടെ പൈപ്പിന്റെ ജോയിന്റ് ശരിയാക്കി തന്നു. മാമ പട്ടാളത്തിലെ പ്ലംബർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു എന്ന് എഴുതി വെച്ചേക്കുന്നത്. ജവാൻ വന്ന് ജോയിന്റ് അടിച്ചു തന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതായിരിക്കും ഇവിടെ കഥകള് കേട്ടോ. എന്റെ പൊന്നെ. അടുത്തെന്താണ്? ജയ് ശശ്. ആ കഥ ഇങ്ങനെ ആയിരിക്കും. ജയ് എന്ന് പറയുന്നത് ചിലപ്പം ജോണീഷിൻഷ് ആവാം, ജുണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ ജൊബീനോ തോമസോ ഒക്കെ ആവാം കേട്ടോ. ഇവരുടെയൊക്കെ ഒരു സാങ്കല്പിക കഥ ഞാൻ എന്റെ കൂട്ടുകാരിൽ നിന്ന് കേട്ടു. ജുണ്ണി മുകുന്ദനും ജൊബീനോ തോമസും ഒക്കെയുള്ള ഒരു സാങ്കല്പിക കഥ. അതാണ് ഞാൻ എഴുതി വെച്ചത്. അവള് പറഞ്ഞു തന്നെയാണ് എഴുതി വെച്ചത്, അല്ലാതെ ഞാൻ. പിന്നെ ജയ് ഈക്വൽ ടു ജലൻ എന്നാണല്ലോ ഇപ്പൊ നടക്കുന്നത്. ജലൻ അവൻ ചിന്ന പയ്യന്, ചിന്ന കൊളന്തൈ. അവര് ഞാൻ 5-6 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങ് ഒഴുതൽ. ഞങ്ങൾ ബ്രദർ റിലേഷൻഷിപ്പ്. ഇതായിരിക്കും ഒരെണ്ണം. പിന്നെ IPL-ന്റെ അത് ഞാൻ പാരസിറ്റമോൾ എടുത്ത് മാറി കഴിച്ചതാണ്. അങ്ങനെ എഴുതി വെച്ചതാണ്. അത് അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് കഴിച്ചതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ആയിരിക്കും മോടെ എക്സ്പ്ലനേഷൻ. ജവാൻ മാമയൊക്കെ വന്നോ വീട്ടില്? ഇപ്പൊ ജവാൻ മാമയൊക്കെ വരാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നീ എക്സ്പ്ലനേഷൻ എത്ര വേണമെങ്കിലും തന്നോ, അവസാനം നീ പെടാതിരുന്നാൽ മതി. എനിക്കതേ പറയാനുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നീ അങ്ങ് സമ്മതിക്കണം ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്തു എന്ന്. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, വേറെ ചോദ്യങ്ങളൊന്നും വരത്തില്ല. സത്യം പറയാതെ അതിന്റെ മേളിൽ കിടന്ന് ഇങ്ങനെ മെഴുകാനാണ് പ്ലാനെങ്കിൽ നീ പെടും, നീ പെട്ടിരിക്കും. ആൻഡ് ലാസ്റ്റത്തെ വീഡിയോയിൽ, പ്രഗ്നൻസിയുടെ വീഡിയോയിൽ കുറെ പേര് നെഗറ്റീവ്, കുറച്ച് പേര് നെഗറ്റീവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് റിയാക്ട് ചെയ്യാൻ കണ്ടായിരുന്നു. അപ്പോൾ കാര്യം അറിയാണ്ട് റിയാക്ട് ചെയ്യുന്നവരോട് ഞാൻ ഈ റിപ്പോർട്ട് ഇവിടെ വെക്കുവാണ്. കാര്യം അറിയാണ്ട് നമ്മൾ റിയാക്ട് ചെയ്തു. വല്ലവന്മാരും നിന്റെ പ്രഗ്നൻസി റിപ്പോർട്ട് നിനക്ക് അയച്ചു തന്നപ്പോഴല്ലയോ നീ തന്നെ മനസ്സിലായത് അയ്യോ ഞാൻ 5 വീക്ക് പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ. എവക്ക് പോലും അറിയത്തില്ല എവൾ എത്ര വീക്ക് പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. ഇത്രയും ഒരു ഗതികെട്ട ഒരുത്തി. സ്വന്തം പ്രഗ്നൻസിയുടെ കാലാവധി പോലും അറിയത്തില്ല. എന്നിട്ട് ഇവള് വന്ന് വീഡിയോക്കകത്ത് പറഞ്ഞ എന്ത് 3 വീക്ക്, ഞാൻ 3 വീക്ക് പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. ഈ 3 വീക്കിന്റെ കണക്കേ ഇല്ല ഈ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ. മോസ്റ്റ്ലി ആദ്യത്തെ ഈ പറയുന്ന പീരീഡ്സ് മുടങ്ങുന്ന സമയത്താണ് ആൾക്കാർ പോയി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെ മിനിമം ഒരു 4-5 വീക്ക് ആയിട്ടുണ്ടാവും. ഇവള് വന്നിട്ട് ഒരു അരിയും പിണ്ണാക്ക് പണിയാതെ 3 വീക്ക് പ്രഗ്നന്റ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാര്യം അറിയാവുന്ന വിവരമുള്ള തലയ്ക്ക് ബോധമുള്ള ആളുകൾ വന്ന് പറയും നിന്റെ ദിവ്യഗർഭമാണെന്ന്. അതേ ഇവിടെ ആളുകൾ പറഞ്ഞോളൂ. ആദ്യം നിനക്കൊരു ക്ലാരിറ്റി ഉണ്ടാവൂ നീ എത്ര മാസം പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. അല്ലാതെ നമ്മള് കാര്യം അറിയാതെ ഒന്നും ചലച്ചിട്ടൊന്നുമില്ല. ഓക്കെ, നിന്റെ ഈ ഇപ്പൊ നീ ഇതിനകത്ത് വെച്ചേക്കുന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് എവിടുന്ന് വന്നതാണ് എങ്ങനെ വന്നതാണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. അത് നിന്റെ കഴിവുകൊണ്ടൊന്നും കിട്ടിയതൊന്നും അല്ല. ഇതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ 5 വീക്സിന് പകരം ഞാൻ 3 വീക്സ് ആണ് പറഞ്ഞത്. അതിന്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. അണിയത്തില്ല, അതാ നേരത്തെ പറഞ്ഞേ. സ്വന്തം ഇതുപോലും അറിയത്തില്ല. ഭയങ്കര തെളിവ് വെച്ച് സംസാരിക്കുന്ന വ്യക്തിയാ. ഇതാണ് ആ റിപ്പോർട്ട്. ഓക്കെ, ഇതിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ 5 വീക്സ് ഫസ്മിന ഹുസൈൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തേക്കുന്ന ഡേറ്റ് January 2 ആണ്. അപ്പൊ January 2 വെച്ച് നോക്കിയാൽ നവംബർ എൻഡ് വീക്കിലോട്ടായിരിക്കുമല്ലോ പോവാ, നവംബർ ലാസ്റ്റ് 4th വീക്കിലോട്ടാ പോവാ. അപ്പോഴും നമ്മൾ റിലേഷൻ തന്നെയാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും കൊച്ചിന്റെ തന്ത നീയാണ്. ഇനിയിപ്പം ഓവുലേഷൻ ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നവംബർ എൻഡിലോട്ട് പോകത്തുള്ളൂ 5 വീക്സ്. അപ്പൊ നമ്മൾ തമ്മിൽ റിലേഷൻ ആണ്. അപ്പൊ കൊച്ചിന്റെ തന്ത നീ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ഇപ്പൊ നിനക്ക് തെളിയിക്കാനൊന്നും പറ്റത്തില്ല ഇത് അവന്റെ കൊച്ചാണെന്ന്. കാര്യം DNA ടെസ്റ്റ് നടത്താൻ വേറെ വകുപ്പൊന്നും ഇല്ലല്ലോ. നിനക്ക് വന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു കാര്യം ഇവന്റെ അടുത്ത് ഞാൻ സംസാരിച്ചായിരുന്നു. അതിന് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇവൻ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യത്തെ പറ്റി എന്നോട് സംസാരിച്ചപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഫസ്റ്റിനെ ഈ കാണിച്ച റിപ്പോർട്ടിനകത്ത് LMP എന്ന് പറഞ്ഞ ഒരു സാധനം എഴുതിയിട്ടുണ്ട്, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. അതിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 28/11/2024. അത് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് കഴിയുമ്പോഴാണ് നമുക്ക് ഓവുലേഷൻസ്, നമുക്കല്ല സ്ത്രീകൾക്ക് ഓവുലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഒരു December 12 ആ സമയത്ത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോഴാണ് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇവള് ഈ 3 വീക്സിന്റെ കഥ പറഞ്ഞ സമയത്ത് നമുക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇവന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം എന്തുവാണ് ഇങ്ങനെയൊക്കെ കണക്ക് പറയുന്നതെന്ന്. കാര്യം 3 വീക്സ് എന്ന് പറഞ്ഞൊരു കഥയെ നമുക്ക് പറയാൻ പറ്റൂല. ആ കേൾക്കുന്ന ആരാണെങ്കിലും പറയും അത് ഇവള് പറയുന്നത് കള്ളത്തരമാണെന്ന്. എവൻ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിലൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാവുന്നത് ഈ ന്യൂ ഇയറിനോട് അടുപ്പിച്ചാണ് എന്നുള്ളതാണ്. ആൻഡ് ഞാൻ ഒരു കാര്യം പറയാം, ഞാനത് വിശ്വസിച്ചിട്ടില്ല. ഇനി നീ അത് തെളിയിക്കെന്നും പറഞ്ഞ് വന്നേക്കരുത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല. കാര്യം എന്താണ്? കാര്യം ലല്ലു ആണ് പറഞ്ഞത്. എങ്ങനെങ്കിലും ഒരു ജുഗാഡ് ഒപ്പിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ പരിപാടി നടത്താൻ നോക്കുന്നതിനാണ് 11.
അപ്പം നവംബർ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഡിസംബർ 30-31 വരെ കാത്തിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചിട്ടില്ല. ഓക്കെ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാണ് പറഞ്ഞതെങ്കിൽ ഫസ്മിനെ പറയുന്നത് കള്ളമാണെന്ന് നമുക്ക് തോന്നി തന്നെ. ഈ ഓവുലേഷൻ പീരീഡ് വരുന്ന സമയങ്ങളിലാണ് പ്രഗ്നൻസി ആവാനുള്ള ചാൻസ്. ഒരിക്കലും ഈ ഡിസംബർ ലാസ്റ്റിനൊന്നും റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ 28-ാം തീയതി പീരീഡ്സ് ആയ ഒരു വ്യക്തി പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണെന്നാണ് എന്റെ അറിവ്. ഇപ്പൊ ഇവൻ പറഞ്ഞത് കള്ളത്തരമാണെന്ന് തന്നെയുള്ള രീതിയിൽ ഞാൻ ഇവരോട് സംസാരിച്ച സമയത്ത് ഇവൻ എനിക്ക് തന്ന എക്സ്പ്ലനേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്മിനെ താമസിക്കുന്നത് ഫ്രണ്ട്സിന്റെ കൂടാണ്. അവരുടെ ഫ്ലാറ്റിൽ 2 മുറികളാണുള്ളത്. 2 മുറിയിലും 2 സ്ത്രീകൾ മാത്രമാണ് 2 റൂമിലായിട്ട് താമസിക്കുന്നത്. അവിടെ വെച്ച് എന്താണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നടക്കത്തില്ല. പിന്നീട് ഇവർ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വയനാടോ കാലിക്കട്ടോ അങ്ങാണ്ട് പോയ സമയത്താണ് ഇങ്ങനൊരു പരിപാടി തന്നെ നടക്കുന്നത്. അതുകൊണ്ട് എന്റേതല്ല എന്നാണ് ഇവൻ പറയുന്നത്. ഇവന്റെ എക്സ്പ്ലനേഷൻ അതാണ്. വാട്ട് എവർ, അതിനകത്ത് നമ്മൾ കൂടുതൽ കടക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ വച്ചായി എന്തരാണെങ്കിലൊക്കെ ചെയ്ത് കൂട്ട്. പിന്നെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഫസ്മിനെ പുള്ളിക്കാരത്തിന്റെ ഒരു സബ്സ്ക്രൈബറിന്റെ വോയിസ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഞാനതൊന്നും ഇതിനകത്ത് വെക്കാൻ നിൽക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രഗ്നൻസിയുമായിട്ട് ഫസ്മിന വന്നിരുന്നത് സംസാരിക്കുന്നത്. നെക്സ്റ്റ്, ഫസ്മിനയുടെ ചാറ്റിന്റെ ക്രെഡിബിലിറ്റി. ഇത്രയും നാള് ഫസ്മിന ലല്ലുവിനെ പറ്റി പുറത്തുവിട്ട ചാറ്റുകളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കുന്ന പരിപാടിയിലോട്ട് നമുക്ക് പോകാം. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ആ ചാറ്റ് എന്റെ അക്കൗണ്ട് ഒന്ന് പ്രൂവ് ചെയ്യുക. പിന്നെ എനിക്കതിൽ ഒന്നും കിട്ടാത്തതുകൊണ്ട്, ഇത്രയും ഇന്റർവ്യൂസിൽ ഒന്നും കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റത്തെ ഇന്റർവ്യൂവിൽ കച്ചിത്തുരുമ്പ് പോലെ വെച്ചേക്കുന്നതാണ്. ബിക്കോസ് ഫസ്മിന പറയുന്നത് ഫസ്മിനക്കെതിരെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് ഇന്റർവ്യൂവിൽ കച്ചിത്തുരുമ്പ് പോലെ ഇവൻ ഈ ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണെന്നാണ് പറയുന്നത്. അങ്ങനെ നീ പറയരുത്. നിനക്കെതിരെ വലിയൊരു സാധനം അവൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഡയറി. അതിനെപ്പറ്റി എന്താ നമ്മൾ ഓർക്കാതെ? അതൊക്കെ മറന്നുപോയോ? അതാണ് നിനക്കെതിരെ നിന്റെ ഈ കംപ്ലീറ്റ് കളികളും പൊളിയാനുള്ള മെയിൻ റീസൺ. അതാണ് ഞാൻ അടക്കമുള്ള ആളുകൾ നിനക്ക് എഗനിസ്റ്റ് വന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ടാണ്. അങ്ങനെ ഒരു സാധനം പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഫസ്മിന ഇങ്ങനെ വീഡിയോ ഇടുന്നു, നമ്മൾ ഇപ്പോഴും ഇരുന്ന് അവരെ തെറി വിളിച്ചുകൊണ്ടിരുന്നേനെ. ഇവിടെ കളികളൊന്നും പുറത്തോട്ട് വരത്തില്ല. ഫസ്മിന പുണ്യാളത്തി രൂപക്കൂട്ടിക്ക് വെക്കാം, ഫസ്മിന മാതാവെന്നും പറഞ്ഞിട്ട്. ഞാൻ ചാറ്റിന്റെ ഇതിലോട്ടാണ് പോകുന്നത്. ഞാൻ ആ ചാറ്റ് ഇവിടെ എന്തായാലും കൊടുക്കാം. ഓക്കെ, ചാറ്റ് നിങ്ങൾ കണ്ടോളൂ. ഡി ലല്ലു പോയോ, ഞാനിപ്പോ വരട്ടെ, അവനിപ്പോ നാട്ടിൽ പോകും. അവനിപ്പോ നാട്ടിൽ പോകുന്നോ? നീ ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നത് നാട്ടിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോ ഇത് കണ്ട. ഓക്കെ, അതിന് മുന്നേ ഞാൻ ചാറ്റ് ചെയ്ത പോലെ ആയിരിക്കുമല്ലോ. ഓക്കെ, പോയിട്ട് വന്നാൽ മതി. എവിടെ? എന്റെ സ്വന്തം വീട്ടിലോട്ട് ഇങ്ങനെ ഒരാൾ വന്നെന്നാണോ നീ പറയുന്നത്? 8 o'clock ആകുമ്പോ പോകുമ്പോ നീ എവിടെയാ നിൽക്കുന്നേ? ബ്ലാ 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 ബ്ലാ. ഒരു കാര്യമില്ല, വെറുതെ മറ്റേ ചാറ്റ് എടുത്തിട്ട് വായിക്കുന്നു, ഇതെന്റെ അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ചാറ്റ് ഒന്നാമതെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരാൾ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റ് ചെയ്തതാണ്. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് ഡേറ്റ് ഇല്ല, അയച്ചേക്കുന്ന സമയമില്ല, ഒന്നുമില്ല. ഫസ്മിന വേറൊരു വ്യക്തിയുമായിട്ട് അത് ചാറ്റ് ചെയ്ത കാര്യമാണെങ്കിൽ അവർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫസ്മിന ഉറങ്ങിയതിന് ശേഷം ലല്ലു സ്ക്രീൻഷോട്ട് എടുത്തതാണെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ തെളിവ് അതിനകത്ത് തന്നെ ഉണ്ട്. ആ 3ാമത്തെ സ്ക്രീൻഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ന്യൂ മെസ്സേജ് എന്നും പറഞ്ഞ് കുറച്ച് മെസ്സേജ് താപ്പോട്ട് വരുന്നുണ്ട്. അത് ആരുണ്ടാക്കിയതാണെങ്കിലും നിങ്ങൾ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അത് വായിച്ചതിന് ശേഷം പിന്നെ ഒരാൾ അതെടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ആ ന്യൂ മെസ്സേജ് എന്ന് പറഞ്ഞ് അതിനകത്തൊന്നും കിടക്കത്തില്ല. യവന്മാര് അങ്ങോട്ട് മെസ്സേജ് അയച്ചു, എന്നിട്ട് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു. ഫസ്റ്റ് ഓപ്പൺ ചെയ്ത വ്യക്തി അത് സ്ക്രീൻഷോട്ട് എടുത്തു. അതുകൊണ്ടാണ് ആ ന്യൂ മെസ്സേജ് എന്ന് പറഞ്ഞ് ആ ചാറ്റിന് അടി വന്ന് കിടക്കുന്നത്. ആ ചാറ്റ് ഇനി അടുത്ത് വെക്കാൻ നിൽക്കുന്നൊന്നുമില്ല, അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത് ഈ ഫേക്ക് ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യകതയൊന്നും സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ പണയുണ്ടേ, വന്ന് പണഞ്ഞിട്ട് പോട്ട്. ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ളപ്പോഴാണ് ഇവൾ ഇതുമായിട്ട് വന്നിട്ട് ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റിൽ പുള്ളിക്കാരത്ത് എവൻ ഉടായ്പാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എവൻ ഉടായ്പാണെന്ന് അവൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ഉടായ്പാണ്, ഞാൻ തുണ്ട് ചാറ്റുകൾ നടത്താറുണ്ട്, എല്ലാം അവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ടും എവള് വന്നിരുന്നിട്ട് ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെ പറയുന്നത് ഞാനൊരു അറുപിഴയാണ്. അന്നേരം ഫസ്മിന് ഇല്ല ഞാൻ പറയും നീ അറുപിഴയാണെന്ന്, അന്നേരം നീ അറുപിഴയാകത്തുള്ളൂ. ഇതാണ് ഫസ്മിന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെതാ ഇതേതാണ് താത്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനി ഒന്നും ആരുടെ ഫേസ് റിവീൽ ചെയ്യുന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ എല്ലാം അങ്ങ് ഇടുവാണ്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഞാൻ എന്റെ കാര്യം മാത്രമേ ഇപ്പൊ നോക്കത്തുള്ളൂ. എന്റെ കാര്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഫേസോട് കൂടി ഇടാട്ടോ, എനിക്ക് ഒരു പ്രശ്നമില്ല. അത് കേട്ടാ മതി, കാരണം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ലല്ലുവിന്റെ കൂടെ ഏതോ ഒരു താത്ത നിൽക്കുന്നുണ്ട്. അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തു വിടുന്നുണ്ട്. ഞാൻ ആ ഫോട്ടോ എന്താണെങ്കിലും വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇതേതോ താത്താന്ന് പോലും അറിയാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെ അങ്ങനെയൊന്നും വരത്തില്ലാന്ന്. എന്താ, അങ്ങനെയൊന്നും വരത്തില്ല. 3ാമത്തെ ഇതിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് കാണാം താത്തായുടെ കഴുത്തിൽ വലിയൊരു ഹിക്കി, വലിയൊരു പാടാണ് നിങ്ങൾ കാണുന്നത്. എന്റെ ഉമ്മാടെ പ്രായം ഉണ്ടാവും ഈ പെണ്ണും പിള്ളക്കൊക്കെ. എന്നിട്ട് അവര് മിറർ സെൽഫിയിൽ തന്നെ കാണാം കഴുത്തിലൊക്കെ വലിയ പാടൊക്കെ ആയിട്ട്. ഇതെന്തായാലും കുടുംബത്തിലുള്ള ആരുമല്ല, കുടുംബത്തിലുള്ള ആരും ഒന്നും പറഞ്ഞ് വരികയും വേണ്ട. കഴുത്തിലൊക്കെ പാടും ഇങ്ങനെയൊക്കെ ഫോട്ടോ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. ഇത്രയും വൃത്തിയായിട്ടവൻ 40 വയസ്സായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വരെ പോകും.
എന്ത് 40 വയസ്സുള്ള ആൾക്കാർക്ക് സെക്സ് ചെയ്യാൻ പാടില്ലെന്ന് നിനക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പം കഥയിലേക്ക് പുതിയൊരു താത്താടെ എൻട്രിയും കൂടെ വന്നിട്ടുണ്ട്. ഈ യൂണിവേഴ്സ് എനിക്കൊന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനാണെന്ന് തോന്നുന്നു ഇവിടെ പ്ലാൻ. ഇതിപ്പോഴൊന്നും നിർത്തത്തില്ല. ഇടയ്ക്ക് അക്ബർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു യൂണിവേഴ്സിലോട്ട്. അക്ബറിന്റെ കഥയൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. കുറച്ച് നാൾക്ക് മുമ്പ് സഫ ലല്ലുവിന്റെ അവിഹിതം തെളിയിക്കാൻ വേണ്ടി നടന്നതാണ്. പക്ഷെ അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല. കാര്യം സഫയും ഫസ്മിനയും തമ്മിൽ സെറ്റായല്ലോ. പക്ഷെ സഫയ്ക്കെതിരെയുള്ള എല്ലാ തെളിവും ഫസ്മിനയുടെ കയ്യിലുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ പുറത്തുവിടൂല. ചങ്കും ചങ്കുമായ സ്ഥിതിക്ക് പുറത്തുവിടാൻ പറ്റത്തില്ലല്ലോ. പിടികിട്ടിയോ? അതുകൊണ്ട് ഇനി സഫയ്ക്കെതിരെ ഫസ്മിന വീഡിയോ ഇട്ട് വരത്തില്ല. സഫീനി വന്നെന്തെങ്കിലും പറയുകയാണെങ്കിലേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ ഫസ്മിനയുടെ വീഡിയോയോട് കൂടി ഒരു താത്താടെ കുടുംബവും കൂടെ തകർന്നിട്ടുണ്ട്. യവന്റെ കാര്യമാണ്. യവന് എബോ 40, ബിലോ 20, ട്രാൻസ്ജെൻഡർ എല്ലാം യവൻ ഇവിടെ പോവല്ല. എന്തുവാടേ മൂരിക്കുട്ടനാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. വിത്തുകാളെ പോലും ഇമാതിരി വിത്ത് ഇറക്കിയിട്ടുണ്ടാവൂല. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് എന്റെ ഇൻസ്റ്റയിൽ ഇവൻ ബോട്ട് കയറ്റി. എന്റെ ഇൻസ്റ്റയിൽ ബോട്ട് കയറ്റിയ ഫോട്ടോസാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇഷ്ടംപോലെ ബംഗാളികളെ കൊണ്ട് ഫോളോ ചെയ്തു. സെക്കൻഡ് അക്കൗണ്ടിൽ കുറെ ഫോളോവേഴ്സിനെ കയറ്റി. 24 അല്ല, ഇപ്പൊ 29 അക്കൗണ്ട് ഉണ്ടായിരുന്നു. 16K ഉണ്ടായിരുന്ന എന്റെ അക്കൗണ്ട് ഒറ്റയടിക്ക് 29K ആയി. ഡീആക്ടിവേറ്റഡ് അക്കൗണ്ട്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. 196 അക്കൗണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ബോട്ട് ഫോളോവേഴ്സ് ഇറങ്ങി പോലോ ആ ഒരു സംഭവം. ബോട്ട് കയറ്റിയാൽ അക്കൗണ്ട് പോകുമെന്ന് ഇവനോട് ഏതോ പൊട്ടം പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ബോട്ട് കയറ്റിയാലല്ല അക്കൗണ്ട് പോകും. അക്കൗണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് വേണേൽ നിന്റെ അക്കൗണ്ട് ഇതുപോലെ ചീപ്പ് പരിപാടി അടിച്ച് കളയാവുന്നേ ഉള്ളൂ. ഫോളോവേഴ്സിനെ കയറ്റിയിട്ടത് 29 രൂപയാണ് 1000 ഫോളോവേഴ്സിനെ കയറ്റാനെ കണ്ടോ. സോ അറിയല്ലേ? ആഹാ, കണക്കൊക്കെ അറിയാട്ടോ. അങ്ങനെ വേണേൽ നമുക്ക് ചെയ്യാം. പക്ഷെ എന്തിനാണ് ഈ ബോട്ടൊക്കെ കയറ്റി വെറുതെ ഇമാതിരി ചീപ്പ് പരിപാടി? എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയട്ടെ. എന്റെ ഭയങ്കര ചീപ്പ് പരിപാടി. അതൊക്കെ അങ്ങനെ ചെയ്യലടാ, വൃത്തിയുടെ പരിപാടി. ഇത് കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്. ഇവൻ ഇന്റർവ്യൂവിൽ വന്ന് വേറൊരു അലിഗേഷൻ കൂടെ നിനക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതാണ്ട് 150+ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഫോളോവേഴ്സ്. ആ അക്കൗണ്ടും നീ എങ്ങാണ്ട് ആരാണ്ടരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചതാണ് എന്നുള്ളൊരു അലിഗേഷനൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് വന്നില്ലല്ലോ. നീയാണോ ഈ ബോട്ട് കയറ്റിയ ഇതിനെപ്പറ്റി ഇരുന്നിട്ട് ഇങ്ങനെ വാചാലയാകുന്നത്? അപ്പം അടുത്ത വീഡിയോയിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലല്ലുവിന്റെ ഒരു അലിഗേഷൻ ആണ്. എല്ലാ അലിഗേഷൻസിനും റിപ്ലൈ കൊടുക്കുന്ന ഫസ്മിന അതും കൂടെ ഒന്ന് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. വേറെ കാര്യമൊന്നുമില്ല, സമ്മതിച്ചാൽ മതി അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാതെ വന്നിരുന്നിട്ട് പറയില്ല ഇതുകൊണ്ട് ബിഗ് TV തുടങ്ങിയ സമയത്ത് അവർ യൂട്യൂബ് ചാനൽ പൈസ കൊടുത്ത് മേടിച്ചു, ഫേസ്ബുക്ക് പൈസ മേടിച്ചു എന്നാ പിന്നെ എനിക്ക് മേടിച്ചുകൂടെ. അങ്ങനത്തെ എക്സ്പ്ലനേഷൻ ഒന്നും തരല്ലേ. മറ്റൊരുത്തൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റും എന്നുള്ളത്. ഇതിനെപ്പറ്റി ഒന്നും മിണ്ടൂല, മനസ്സിലായോ? ഉള്ളതൊക്കെ ആണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ മിണ്ടൂല. പിന്നെ അടുത്ത വീഡിയോ ഡയറിയുടെ കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ബിക്കോസ് ഇനിയിപ്പോൾ അത് വെച്ച് വൈകിട്ട് കാര്യമില്ല. ബിക്കോസ് എനിക്ക് തുടിക്കുവാണ് അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്. തുടിക്ക നമുക്ക് തുടിക്കുകയാണ് അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കണ്ണില് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിരിക്കാൻ വേണ്ടിട്ട് വറ്റി. റേഷൻ കടയിൽ പോലും മണ്ണെണ്ണ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് നീ ചതിച്ചു കളഞ്ഞ് നമ്മളെ 10-20 ദിവസമായിട്ട് ഇരിക്കുക. നീ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് വെക്കണം. അപ്പം ഡയറി വരട്ടെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയറി വരാതെ പറ്റത്തില്ലല്ലോ. അതിനകത്ത് നീ പറയുന്ന കള്ളങ്ങളാണെങ്കിൽ നമ്മൾ ഒരു വരവ് വരും. കൂടുതലൊന്നും തൽക്കാലം പറയാൻ നിൽക്കുന്നില്ല. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിനകത്തൊന്നും ഒരു തേങ്ങാക്കൊല ഇല്ലാത്ത വീഡിയോയുടെ ഇവന്റെ അപരാധം ആസ് യൂഷ്വൽ ഫസ്മിനയുടെ വീഡിയോ പാറ്റേൺ സെയിം തന്നെ, ഇവന്റെ അപരാധം. അപ്പം ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പം ശരി.